My beautiful souls, welcome back to my channel. Hope you guys are doing awesome today. സോ നമ്മൾ നവംബർ മാസത്തിലേക്ക് പോവുകയാണ് അല്ലേ. സോ ഈ വർഷം കഴിയാൻ ഇനി 2 മാസം കൂടിയേ ഉള്ളൂ. സോ നവംബർ മാസത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുവരെയുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് എനർജി എങ്ങനെയാണ്, റിലേഷൻഷിപ്പിൽ നിങ്ങൾ കളക്ട് ചെയ്യുന്ന എനർജി, അവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾ വരുത്തേണ്ടത്, എസ്പെഷ്യലി നിങ്ങളൊരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ എന്താണ് കൂടുതൽ മനസ്സിലാക്കേണ്ടത്, ആ റിലേഷൻഷിപ്പ് സിറ്റുവേഷനെ പറ്റി എന്താണ് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നത്. ബിക്കോസ് ഈ റീഡിങ് ഡെഫിനറ്റ്ലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങളുടെ ഇമോഷൻസിലോ നിങ്ങളുടെ തോട്ട്സിലോ ചില മാറ്റങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനർജറ്റിക്കലി ഒരു ചേഞ്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈവൻ നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തിയുമായിട്ടും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഡെഫിനറ്റ്ലി നിങ്ങൾക്കുള്ളൊരു റൈറ്റ് ഗൈഡൻസ് കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു പുതിയ മാസത്തിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് റിലേഷൻഷിപ്പ് സിറ്റുവേഷനൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. റൈറ്റ്? സോ നിങ്ങളുടെ കറൻറ്റ് റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ എന്താണ്, എന്തൊക്കെയാണ് അവിടുന്ന് നിങ്ങൾ അനുഭവിക്കുന്നത്, നിങ്ങൾക്കുണ്ടാവുന്ന ഫീലിങ്സ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് നോക്കുന്ന സമയത്ത് എന്താണ് നിങ്ങൾക്കുണ്ടാവുന്ന ഫീലിങ്സ്, നിങ്ങൾ കറൻ്റ്ലി ഡീൽ ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആ വ്യക്തിയെക്കുറിച്ച് ഒന്നോർത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യാം. സോ യു വിൽ ഗെറ്റ് ദ റൈറ്റ് മെസ്സേജ്. So select your group, then we can start. The person on your mind and what is next in your relationship. All right, let's start with group number 1. Hey, group number 1, the person on your mind, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ, ഇനി എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ ഗ്രൂപ്പ് നമ്പർ 1, the person on your mind and what is next in your relationship. So group number 1, are you ready? All right. So റിലേഷൻഷിപ്പിൽ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്, എസ്പെഷ്യലി നിങ്ങൾ റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ റീകണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് വളരെ ഹെൽത്തി ആയിട്ട്, വളരെ എക്സൈറ്റ്മെൻ്റ് ആയിട്ട്. വീണ്ടും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് നിങ്ങൾക്ക് കാണാനും കണക്ട് ചെയ്യാനും സാധിക്കുന്നതായിരിക്കാം. ഓക്കെ, അത് നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള അനുഭവങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുന്ന സിറ്റുവേഷൻസ് നിങ്ങൾ കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് അഗെയിൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് കുറച്ചുകൂടെ ആക്റ്റീവായിട്ടാണ് നിങ്ങൾ നവംബറിൽ കൂടുതൽ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതും ചില കാര്യങ്ങൾ, ബിക്കോസ് നവംബർ മാസം നിങ്ങൾക്ക് കുറച്ചുകൂടെ അവസരങ്ങൾ റിലേഷൻഷിപ്പിൽ എക്സ്പ്ലോർ ചെയ്യാൻ തരുന്നുണ്ട്. സോ ഇതുവരെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ള തോട്ട്സോ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ എക്സിസ്റ്റ് ചെയ്ത് പോവാതിരിക്കുക. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ആ ഒരു കാര്യം നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ട ഒരു പാറ്റേൺ ആയിരിക്കാം. സോ മേ ബി ലൈക്ക് കഴിഞ്ഞു, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. മേ ബി നിങ്ങൾ ഫൊഗീവ് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം, നിങ്ങൾ വീണ്ടും ശ്രമിച്ച് നോക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം. വീണ്ടും ശ്രമിച്ച് നോക്കുക എന്ന് പറയുന്നത് ഒരേ സമയം രണ്ടു പേർക്കും ഒരേപോലെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളും ഡെഫിനറ്റ്ലി എഫേർട്ട് കൊടുക്കുക. അതല്ലാതെ നിങ്ങൾ മാത്രം ഒരുപാട് എഫേർട്ട് കൊടുത്ത് വീണ്ടും ശ്രമിച്ച് നോക്കുക എന്നുള്ളതല്ല. അങ്ങനത്തെ ഒരു പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് നിങ്ങൾ ചിന്തിക്കാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ എന്തിനാണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ എന്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. ബിക്കോസ് അങ്ങനെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന സമയത്തായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ഓവർ തിങ്കിങ്, ഇമോഷണലി സ്റ്റക്ക് ആവുന്നതൊന്നും ഈ ഒരു സമയത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോവില്ല. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾ റീകണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, അതായത് കണ്ടുമുട്ടേണ്ടതായിട്ടുണ്ട് ചില വ്യക്തികളെ നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ റിലേഷൻഷിപ്പിൽ കുറച്ച് സമയമായിട്ട് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ വീണ്ടും സംസാരിക്കാം, വീണ്ടും കണ്ടുമുട്ടാം, വീണ്ടും ഒരു ബോണ്ടിങ് നിങ്ങൾക്ക് വീണ്ടും റീകണക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. അവിടെ ഹെൽത്തി ആയിട്ടുള്ള കോൺവെർസേഷൻ ഉണ്ടാവുന്നുണ്ട്, ഹെൽത്തി ആയിട്ടുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ ഇൻവോൾവ് ആവാനുള്ളൊരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. ആൻഡ് അഗെയിൻ നിങ്ങൾ സിംഗിളൊക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, റിലേഷൻഷിപ്പ് ഒക്കെ നോക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്ലസൻ്റ് ആയിട്ടുള്ള അനുഭവങ്ങൾ റിലേഷൻഷിപ്പിൽ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ആൻഡ് മെയിൻലി നമ്മൾ ഈ ഒരു റീഡിങ് കണക്ട് ചെയ്യുന്നത് നിങ്ങൾ ഓൾറെഡി നിങ്ങളൊരു സിറ്റുവേഷൻ ഡീൽ ചെയ്യുന്നുണ്ടായിരിക്കണം. സോ ആ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പാറ്റേൺ എങ്ങനെയാണെന്നുള്ളതാണ്. ഓക്കെ, എഗെയിൻ ഗ്രൂപ്പ് നമ്പർ 1 ഈ കാർഡ് നിങ്ങൾ കൺഫേം ചെയ്യുന്നത് റിലേഷൻഷിപ്പിൽ നിങ്ങൾ
കൂടെ നിന്ന് ആസ്വദിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് നിന്ന് കണക്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ വരുന്ന സമയം നവംബർ മാസം നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള മൊമെന്റ്സ് ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഒരാളുണ്ടാവും, നിങ്ങളുടെ പാർട്ട്ണർ ഡെഫിനറ്റ്ലി ഉണ്ടാവും. എസ്പെഷ്യലി നിങ്ങളൊരു സ്പെസിഫിക് പേഴ്സൺ ആലോചിച്ചിട്ടാണ് ഈ ഒരു റീഡിംഗ് കേൾക്കുന്നതെങ്കിൽ ആ വ്യക്തിയുടെ പ്രസൻസ്, ആ വ്യക്തിയുടെ നല്ല ക്വാളിറ്റീസ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഹെൽപ്പും സപ്പോർട്ടും നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, മെയിൻലി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ റീകണക്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. സോ അത് മേ ബി കുറേ കാലത്തിന് ശേഷം നിങ്ങൾ വീണ്ടും കണക്ട് ചെയ്യുന്നതും സംസാരിക്കാൻ വില്ലിങ് ആവുന്നതും ഒക്കെ ആയിരിക്കാം. ഓക്കെ, സോ ചില കോൺവെർസേഷൻ ഉണ്ടാവുന്നുണ്ട്, ബട്ട് അത് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു കോൺവെർസേഷൻ എന്നുള്ളതല്ല. മേ ബി ലൈക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് കുറച്ചുകൂടെ മെച്ചുവേർഡ് ആയിട്ട് അവർ ആക്ട് ചെയ്യുന്നതായിരിക്കാം. മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ, ക്ലാരിറ്റി, ലിസൺ ചെയ്യുക. ഓക്കെ, സോ അങ്ങനത്തെ ചില മാറ്റങ്ങൾ അറ്റ്ലീസ്റ്റ് അവർ അങ്ങനത്തെ ഒരു വേർഷൻ നിങ്ങളിലേക്ക് കാണിക്കുന്നുണ്ട്, അറിഞ്ഞോ അറിയാതെയോ. ഓക്കെ, സോ അത് പ്രോബബ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ അതായത് ഒരാൾ നമ്മുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അവർ അതിനു മുൻപ് കാണിച്ചിട്ടുള്ള ഒരു നേച്ചർ ആയിക്കൊള്ളണമെന്നില്ല നമ്മളുടെ അടുത്ത് കാണിക്കുന്നുണ്ടായിരിക്കും. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ അവിടെ നിങ്ങൾക്ക് മേ ബി അത് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. നിങ്ങൾ ചില മാറ്റങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കണം, പക്ഷെ ആ ഒരു മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, സോ ചില മാറ്റങ്ങൾ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഇതുപോലെ സംഭവിക്കുന്നുണ്ട്. ആൻഡ് അഗെയിൻ ചില റിട്ടേൺ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് അതാണ്. മേ ബി നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള മാറ്റങ്ങളായിരിക്കാം റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോകുന്നത്, പക്ഷെ അങ്ങനെ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ബിക്കോസ് നല്ല രീതിയിലുള്ള കോൺവെർസേഷൻ ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ റിലേഷൻഷിപ്പിൽ അതായിരുന്നു ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്, ഒരു പ്രോപ്പർ കോൺവെർസേഷൻ ഇല്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പല റീസൺസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നില്ല. സോ അതിനൊക്കെ ഒരു ക്ലാരിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി ഒരു ലോങ് ഡിസ്റ്റൻസ് ഉണ്ടാവുന്നുണ്ടായിരിക്കെങ്കിലും ഒന്നെങ്കിൽ നിങ്ങൾ കുറേ കാലത്തിന് ശേഷമോ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് കാരണം നിങ്ങൾക്ക് കാണാനോ സംസാരിക്കാനോ പറ്റാത്തൊരു സിറ്റുവേഷൻസും ഉണ്ടായിരിക്കണം. സോ അതിനൊക്കെ ഒരു മാറ്റങ്ങൾ നിങ്ങൾ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, റിലേഷൻഷിപ്പിൽ നിങ്ങൾ വളരെ ആക്റ്റീവ് ആവുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ സ്കെഡ്യൂളിലൊക്കെ ചില മാറ്റങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് ഒരുപാട് സംസാരിക്കേണ്ട അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രയോറിറ്റീസിലൊക്കെ ചില മാറ്റങ്ങൾ നിങ്ങൾ അവിടെ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നവംബർ മാസം നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു പ്രോമിസിങ് തരുന്നത് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വരാം, അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ചില കാര്യങ്ങൾ വരാം. ഓക്കെ, സോ അതിന് അർത്ഥം നിങ്ങൾ ഇന്റൻഷനലി എന്തെങ്കിലും കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണം എന്നുള്ളതല്ല. ഇത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ആഗ്രഹം ഒരു റിയാലിറ്റിയിലേക്ക് കണക്ട് ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. മെയിൻലി നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, സോ ഈ ഒരു ടൈമിൽ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയിൽ ഉണ്ടാവുന്ന നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അവർ കുറച്ചുകൂടെ കാര്യങ്ങൾ മെച്ചുവേർഡ് ആയിട്ടൊക്കെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രോപ്പർ ആൻസർ തരുന്നുണ്ട്. ചില ആളുകൾക്ക് നിങ്ങൾക്കതൊരു പ്രോപ്പർ ക്ലോസർ ആയിരിക്കാം. ഓക്കെ, സോ മേ ബി നിങ്ങൾക്കത് വേണം, അല്ലെങ്കിൽ നിങ്ങൾ ചില പ്ലേസിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. സോ ചിലത് ലൈക്ക് വീണ്ടും റീകണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം, പക്ഷേ നിങ്ങളൊരു പഴയ അവസ്ഥയിൽ തന്നെ കൊണ്ടുപോകാനുള്ളൊരു സാധ്യത ഉണ്ടായിരിക്കില്ല. മെയിൻലി നിങ്ങൾക്ക് തോന്നുകയാണ് ഇതുപോലെയാണ് ലൈക്ക് കൈൻഡ് ഓഫ് ഓൺ ആൻഡ് ഓഫ് പോലെ വന്ന് പിന്നെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. അല്ല, അവിടെ നിങ്ങളുടെ ഒരു പെയിൻ മനസ്സിലാവുന്നില്ല, അവിടെ ആ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ഇമ്മച്യൂർഡ് ആയിട്ടുള്ള നേച്ചർ ഒരുപാട് നിങ്ങൾക്കൊരു സ്ട്രഗിൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, അതായത് ഒരേ പാറ്റേണിൽ തന്നെ വീണ്ടും വീണ്ടും പോകുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നവംബർ മാസം നിങ്ങൾ വീണ്ടും റീകണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബട്ട് അവിടെ കുറച്ചുകൂടെ മെച്യൂർഡ് ആയിട്ടുള്ള ആക്ഷനോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്ലോഷറോ കിട്ടാൻ സാധ്യത ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ക്ലോഷർ. സോ പ്രോബബ്ലി നിങ്ങൾക്ക് തോന്നുകയാണ് ഒരു ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷനുകൾക്ക് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പ്രോപ്പറായിട്ട് ചില കാര്യങ്ങളൊക്കെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം, ഒരു രമ്യതയിൽ കൊണ്ടുവരാൻ സാധിക്കുന്നതായിരിക്കാം ചില സിറ്റുവേഷൻ. ഓക്കെ, ബിക്കോസ് ചില ആളുകൾ അത് വളരെ ഡിസേർവ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ. സോ ഒരേ അവസ്ഥയിൽ തന്നെ പോവാണ്ട് ചില മാറ്റങ്ങൾ വരിക എന്ന് പറയുന്നത്, റൈറ്റ്. സോ നവംബർ മാസം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ റീകണക്ട് ചെയ്യുന്നത് ഒന്നുകിൽ ലോങ് ടേമിലേക്ക് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ മേ ബി അതിനുശേഷം നിങ്ങളുടെ ഒരു ജേർണി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവിടെ കുറച്ചുകൂടി ഒരു ഫ്രീഡം കിട്ടുന്നതായിരിക്കാം. ഓക്കെ, ബിക്കോസ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തടസ്സമായിട്ട് നിന്ന ഒരു ആളാണെന്നുണ്ടെങ്കിൽ
അത് നിങ്ങൾക്ക് ഇല്ലാണ്ടാവുന്നതും ആയിരിക്കാം. വളരെ ആരോഗ്യത്തോട് കൂടിയിട്ട് അവിടെ നിങ്ങൾക്ക് പ്രയാസങ്ങളോ വിഷമങ്ങളോ ഒന്നും ആയിട്ടല്ല ചില കാര്യങ്ങൾ എൻഡ് ആവുന്നത് അല്ലെങ്കിൽ ഒരു ക്ലോഷറിലേക്ക് വരുന്നത്. ഓക്കെ, സോ എന്താണ് സംഭവിക്കുന്നത്, അത് നിങ്ങളെ മാനസികപരമായിട്ട് വളരെ സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഓക്കെ ലൈക്ക് ഫേസ് ചെയ്യാം, അല്ലെങ്കിൽ സിറ്റുവേഷനിലേക്ക് വരാം, ആക്സെപ്റ്റൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്. ഓൾറൈറ്റ്, സോ ചില ആളുകൾക്ക് മെയിൻലി ലൈക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ടൈം ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് അങ്ങനെ എങ്ങനെയാണോ നിങ്ങൾ പഴയതുപോലെ കണക്ട് ചെയ്തു പോയിട്ടുള്ളത് അങ്ങനെ തുടരാൻ പറ്റാത്ത ചില അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരിക്കണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, അല്ലേ? സോ അതുകൊണ്ടായിരിക്കാം കുറച്ച് കാലങ്ങളായിട്ട് നിങ്ങൾക്കൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റാതിരുന്നത്. ഒരു അൺഅവൈലബിലിറ്റി റിലേഷൻഷിപ്പിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓർ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് നിങ്ങൾ സെപ്പറേഷനിലേക്കൊക്കെ നിങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം. ഓക്കെ, സോ അത് ആക്ച്വലി ആ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്പേസ് വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, ബിക്കോസ് നവംബർ മാസത്തിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റീകണക്ഷൻ ഉണ്ടാവുന്നുണ്ട്. സോ പ്രോബബ്ലി നിങ്ങളുടെ ആ ഒരു പരസ്പരം ഉണ്ടാവുന്ന ഒരു ആബ്സെൻസിൽ രണ്ടുപേരും മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം രണ്ടുപേരുടെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് അവരുടെ ലൈഫിൽ. ഓക്കെ, ഓരോരുത്തരുടെ ലൈഫിൽ. ഓൾറൈറ്റ്, സോ അങ്ങനത്തെ ഒരു റിയലൈസേഷൻ ഉണ്ടാവുന്നത് കൊണ്ടാണ് വീണ്ടും വരുന്നതും വീണ്ടും വ്യത്യസ്തമായിട്ട് ട്രീറ്റ് ചെയ്യാൻ, അതായത് ഒരു പുതുമ പരസ്പരം ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു പുതുമ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. സംസാരിക്കുന്ന രീതിയിലായിക്കോട്ടെ, കേൾക്കുന്നതായിക്കോട്ടെ, മനസ്സിലാകുന്നത്. വെറുതെ ഒരു കാര്യം നമ്മൾ പറഞ്ഞ് കേൾക്കാന്ന് മാത്രം എന്നുള്ളതല്ല, പറയുന്ന കാര്യങ്ങൾ അതുപോലെ മനസ്സിലാക്കാൻ കൂടെയൊക്കെ ശ്രമിക്കുന്നുണ്ട് നെക്സ്റ്റ് നിങ്ങളെ റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത്. ഓക്കെ, സോ ഇതുപോലുള്ള ചേഞ്ചസ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ എക്സ്പെക്ട് ചെയ്യാം. ദ പേഴ്സൺ ഓൺ യുവർ മൈൻഡ്. ഓക്കെ, സോ ഈവൻ നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിലുള്ള ഒരു വ്യക്തിയുമായിട്ടാണ് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ പോലും, അല്ലെങ്കിൽ അതാണ് ആക്റ്റീവായിട്ട് വരുന്നതെങ്കിൽ പോലും അവിടെ ഒരു പുതുമ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. ഒരു പുതിയ കാര്യം ചെയ്യാൻ പോകുന്ന ഒരു എക്സൈറ്റ്മെന്റ്, പുതിയ സ്റ്റെപ്പിലേക്ക് പോകുന്ന ഒരു എക്സൈറ്റ്മെന്റ്, പുതിയൊരു ഫേസിലേക്ക് പോകുന്ന, അതായത് പുതിയ പുതിയ കാര്യങ്ങൾ അവിടെ ആക്ഷനിലും കൂടെ വരുന്നുണ്ട്. ഓക്കെ, സോ അത് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് ആൻഡ് മെയിൻലി നിങ്ങൾ റീകണക്ട് ചെയ്യുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചില ഐഡിയാസ്, നിങ്ങൾ പണ്ടൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള ചില ഐഡിയാസ് ഒക്കെ വീണ്ടും ആ ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നുണ്ടായിരിക്കണം. നിങ്ങൾ പണ്ടൊക്കെ പറഞ്ഞിട്ടുള്ള ചില പ്ലാൻസും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ചില കാര്യങ്ങളും ഒരുമിച്ചിട്ട് ആഗ്രഹിച്ചിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ നടപ്പിലാക്കുന്ന ഒരു ടൈമും കൂടിയാണ് നവംബർ മാസം. ഓക്കെ, അതുകൊണ്ടൊക്കെയാണ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് വളരെ ആക്റ്റീവായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, ഇതുപോലത്തെ മാറ്റങ്ങൾ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഈ ഒരു ടൈമിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യം, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു സെന്റിമെന്റൽ ആയിട്ട് ഈ ഒരു ടൈമിൽ കാണാതിരിക്കുക, മിസ് ചെയ്യുക, ഒരു ഡിസ്റ്റൻസ് നിങ്ങൾ കൂടുതൽ വിഷമിപ്പിക്കുന്ന രീതിയിൽ എടുക്കാൻ ശ്രമിക്കാതിരിക്കുക. ഇതൊക്കെ നിങ്ങൾ എന്ത് ഇമോഷൻസ് ആണോ ക്രിയേറ്റ് ചെയ്യുന്നത് അത് ഡെഫിനറ്റ്ലി ഫീഡ് ചെയ്യാൻ പാടില്ല നിങ്ങൾ. ഓക്കെ, ബിക്കോസ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈവൻ നല്ല മാറ്റങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ അതേ സെന്റിമെന്റൽ രീതിയിലായിരിക്കും കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്നുണ്ടായിരിക്കുക. ഈവൻ ആ വ്യക്തി ഒരു നല്ല മാറ്റത്തോട് കൂടിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന സമയത്തും നിങ്ങളുടെ വാക്കുകൾ വീണ്ടും ആ വ്യക്തിയെ പഴയ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവെക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. സോ കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വീണ്ടും കൊണ്ടുവന്ന ഒരു കോൺവെർസേഷനിലേക്ക് കൊണ്ടുവരാതിരിക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ലിമിറ്റേഷൻസ് മേ ബി നിങ്ങൾക്ക് അറിയാതിരിക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ അറിയാം, അല്ലേ? സോ ചില കാര്യങ്ങൾ ഫിക്സ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ വേണം അവിടെ ചെയ്യാൻ വേണ്ടി. അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിലുള്ള ഒരു കോൺവെർസേഷനും അഭിപ്രായങ്ങളും അവിടെ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സ്പെഷ്യലി ആ വ്യക്തി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ പഴയ കാര്യങ്ങൾ ഡെഫിനറ്റ്ലി ഇടാതിരിക്കുക. ബിക്കോസ് അത് വീണ്ടും സിറ്റുവേഷൻസ് മെസ്സപ്പ് ആക്കാനുള്ള ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ആൻഡ് അഗൈൻ ഗ്രൂപ്പ് നമ്പർ 1, ദിസ് ഇസ് എ കൺഫർമേഷൻ. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ ഒരു ഫിസിക്കൽ പ്രസൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള റൊമാൻറ്റിക് ജസ്റ്റേഴ്സ് അവിടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അതാണ് ഈവൻ നിങ്ങളൊരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്തും മേ ബി
നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ സാക്രൽ എനർജി വളരെ എൻഹാൻസ്ഡ് ആവുന്നുണ്ട്, വളരെ ക്ലിയർ ആവുന്നുണ്ട്, റീഫ്രഷ് ആവുന്നുണ്ട്. വിച്ച് മീൻസ് ലൈക്ക് നിങ്ങൾക്ക് ഇമോഷണൽ ഫുൾഫിൽമെന്റ് വളരെ നല്ല രീതിയിൽ ഉണ്ടാവുന്നുണ്ട്, സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നുണ്ട് റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്. മെന്റലി, ഫിസിക്കലി, എനർജറ്റിക്കലി, ഇമോഷണലി ഒരു വലിയൊരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾ നവംബർ മാസം നിങ്ങളുടെ വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഈവൻ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഫിസിക്കലി അവൈലബിൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിലും എനർജറ്റിക്കലി ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ ഒരു സ്ട്രോങ് ടെലിപ്പത്തിക് ബോണ്ട് നിങ്ങൾക്ക് ഈ വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ചില ആളുകൾ നിങ്ങൾ മേ ബി ഇത് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു വ്യക്തിയായിരിക്കാം, ബട്ട് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അതാണ് നിങ്ങൾക്ക് ഒരു പുതിയൊരു അവസ്ഥയിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വരുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഒരു പുതിയ റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ പരസ്പരം അത് ആക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കാം, ആ ഒരു ഇഷ്ടം നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, സോ ഡെഫിനറ്റ്ലി നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾ വളരെ ഇമ്പോസിബിൾ എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. മാറ്റാൻ പറ്റില്ല, സംഭവിക്കില്ല എന്ന് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ വർക്ക് ആവില്ല എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വർക്ക് ആവുന്നതായിട്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇത് കുറച്ചുകൂടി ഒരു പ്രോമിസിങ് തരുന്ന ഒരു കാർഡ്സ് ആണ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ അഗെയിൻ ലൈക്ക് ചില കാര്യങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമായിരിക്കാം. അത് അഗെയിൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ റിയാലിറ്റിയിൽ വരുന്നുണ്ട്. സോ അത് പ്രോബബ്ലി ലൈക്ക് നിങ്ങൾ വളരെ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങളായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം ഉണ്ടാവുന്നത്. നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരും, അല്ലെങ്കിൽ ചില ആളുകൾക്ക് മാറ്റം ഉണ്ടാവും, അവരുടെ സംസാരത്തിൽ മാറ്റം ഉണ്ടാവും, അവർ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നതിൽ മാറ്റം ഉണ്ടാവും എന്നുള്ളത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങളാണ് കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടത്. ബിക്കോസ് നിങ്ങളാണ് ഒരു മാറ്റം വരുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ കോംപ്ലിക്കേറ്റഡ് ആക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. വീണ്ടും കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമ്മളിങ്ങനെ തലവേദനയാക്കാന്ന് പറയല്ലോ, ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതുകൊണ്ടാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇങ്ങനത്തെ ഒരു അവസരം ഉണ്ടാവുന്ന സമയത്ത് നിങ്ങളത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൊണ്ട് ഇടാതിരിക്കുക. ഓക്കെ, പുതിയ കാര്യത്തിനെ പറ്റിയിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യുക, നിങ്ങളുടെ പ്ലാൻസിനെ പറ്റിയിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. Alright, group number 1, what is next in your relationship? Group number 1. ചില ആളുകൾക്ക് ആൻഡ് അഗെയിൻ നിങ്ങൾക്കൊരു ക്ലോഷർ കിട്ടുന്നത് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. ഈവൻ നിങ്ങൾ അതൊരു ഹേർട്ട് ആക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു ഡിസ്റ്റൻസിലേക്ക് പോകുന്നതാണ് നിങ്ങൾക്ക് ആ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കുക, അല്ലെ? അത് നിങ്ങൾ ആ വ്യക്തി അഗെയിൻ അങ്ങനത്തെ ഒരു പ്ലേസിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പ്രോപ്പർ ആയിട്ടുള്ള കോൺവെർസേഷൻ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റി കിട്ടിയിട്ടേ നിങ്ങൾക്കൊരു സിറ്റുവേഷൻ ക്ലോസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, സോ അതല്ലാതെ നിങ്ങൾ തന്നെ ഓക്കെ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാനതൊരു ക്ലോഷർ ആയിട്ട് എടുക്കാം അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. അവിടെ കോൺവെർസേഷൻ ഉണ്ടാവുന്നുണ്ട്. ഈവൻ അത് ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊരു വിഷമമായിട്ട് തോന്നിയാലും നിങ്ങൾക്കത് ആക്സെപ്റ്റ് ചെയ്ത് അതിന്ന് ഡിസ്റ്റൻസ്ഡ് ആയി പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. സോ ചില കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു അകലം സൃഷ്ടിക്കാനും മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കുന്നുണ്ട്, അകന്ന് മാറി നിൽക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, ബിക്കോസ് നിങ്ങൾ സിറ്റുവേഷൻസ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ചില സത്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, റിയാലിറ്റിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ലിമിറ്റേഷൻസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ അത് ചില ആളുകൾക്ക് നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കുന്നതും ആയിരിക്കാം. ചില ആളുകൾക്ക് നിങ്ങളത് മനസ്സിലാക്കി പരസ്പരം സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതും ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സിറ്റുവേഷൻ നിങ്ങൾ കാരണം കൂടുതൽ കൺഫ്യൂസ്ഡ് ആക്കാതിരിക്കുക. ഓക്കെ, സോ ഇങ്ങനെ നിങ്ങൾ മുന്നേക്ക് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കാം നിങ്ങൾ ഒരു സിറ്റുവേഷൻ നന്നായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നത്. ഓക്കെ, ബട്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, അത് നിങ്ങൾ നല്ല രീതിയിൽ റിലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. സോ ലെറ്റ്സ് ടേക്ക് 1 മെസ്സേജ്. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കുള്ള മെസ്സേജ് നോക്കാം. ഗ്രൂപ്പ് നമ്പർ 1. Acceptance is the key to inner peace. At times, we must accept things as they are. There is no point trying to change that which is beyond our control. Exactly. So, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില കാര്യങ്ങൾ, അതായത് വീണ്ടും മാറ്റങ്ങൾ വന്ന് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന സമയത്ത് പണ്ട് അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, അന്ന് അങ്ങനെ ചെയ്തു, അതൊന്നും ലൈക്ക് വീണ്ടും കൊണ്ടുവരാതിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് ചില ആളുകളുമായിട്ട് റീകണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ നിങ്ങൾ ആ വ്യക്തിയിൽ കാണുന്ന ഒരു നല്ല ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അവരിലുള്ള ആ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ക്വാളിറ്റീസും ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കണം. ഓക്കെ, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും ഉണ്ടായിരിക്കണം. സോ
നിങ്ങൾക്ക് അനുസരിച്ചിട്ട് ഒരു പേഴ്സണെ നിങ്ങൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ മാറ്റാനും ശ്രമിക്കരുത്. ഓക്കെ, സി അഗെയിൻ നിങ്ങൾക്കറിയാം ഈ ചില ആളുകൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചില ലിമിറ്റേഷൻസ് ഉണ്ട്. സോ അതായിരിക്കാം നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് ചിലത് മാറ്റാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് പരസ്പരം നിങ്ങൾക്കിടയിൽ സംഭവിക്കുന്നുണ്ടായിരിക്കണം. സോ അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതും ആൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾ കൺട്രോൾ ചെയ്യാതിരിക്കുക എന്നുള്ളതുമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾ വളരെ അടുക്കാനുള്ള അവസരം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അത് ലൈക്ക് ഈവൻ അത് നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള കോൺവെർസേഷൻ അവിടെ ഉണ്ടാവുന്നതാണ്. ന്യൂ ബിഗിനിങ്. ഓക്കെ, സോ റിലേറ്റ് വിത്ത് ദിസ് സിറ്റുവേഷൻ. ഓക്കെ, പുതിയ അനുഭവങ്ങൾ നിങ്ങൾ അവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് ഗ്രൂപ്പ് നമ്പർ 1. സോ ഇത് നിങ്ങൾക്ക് എത്രമാത്രം റെസനേറ്റ് ആവുന്നുണ്ട് എന്നുള്ളത് പറയാൻ മറക്കരുത്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2 നൗ. ഹേ ഗ്രൂപ്പ് നമ്പർ 2, ദ പേഴ്സൺ ഓൺ യുവർ മൈൻഡ്. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്? ലെറ്റ്സ് സീ, തിങ്ക് അബൌട്ട് യുവർ റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ. നിങ്ങളുടെ മനസ്സിലെ വ്യക്തിയെ പറ്റി. ലെറ്റ്സ് സീ, ഗ്രൂപ്പ് നമ്പർ 2, ദ പേഴ്സൺ ഓൺ യുവർ മൈൻഡ്. എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്? ഗ്രൂപ്പ് നമ്പർ 2, ഗ്രൂപ്പ് നമ്പർ 2. സോ ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് ഈ ഒരു സമയത്ത് നിങ്ങൾ പരസ്പരം അനുഭവിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, അകലം. മേ ബി ഈ ഒരു സമയത്ത് ആ ഒരു ഡിസ്റ്റൻസ് വരേണ്ട ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കുക. ഓർ ആ ഒരു അകലം നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ടും ഉണ്ടായിരിക്കണം. ഓക്കെ, സോ ചില റിലേഷൻഷിപ്പ് നമ്മുടെ ലൈഫിലൊരു പേർപ്പസ് ആയിട്ട് വരുന്നതായിരിക്കാം, ലെസൺ ആയിരിക്കാം. ഓക്കെ, സോ അവിടുന്ന് ചിലത് എല്ലാം നമ്മുടെ കൂടെ ലൈഫ് ലോങ്ങിലേക്ക് വരേണ്ട ആളുകൾ ആയിക്കൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടായിരിക്കാം ആ ഒരു ഡിസ്റ്റൻസ് മേ ബി അനുഭവിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ബട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് മനസ്സിലാക്കേണ്ടത് ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഒരു ഇമോഷണൽ അൺഅവൈലബിലിറ്റി ആയിട്ട് മേ ബി നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കണം. ബട്ട് അങ്ങനെ ഉണ്ടാവാനും അതിൻ്റെതായിട്ടുള്ള ഒരു റീസൺ ഉണ്ട്. സോ എസ്പെഷ്യലി നിങ്ങൾക്ക് തോന്നുകയാണ് ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരു രീതിയിലും ഇമോഷണലി കണക്ട് ആവുന്നില്ല, സംസാരിക്കുന്നില്ല, അകലം വെക്കാണ്, അല്ലെങ്കിൽ ഒരു സ്ഥിരത കിട്ടുന്നില്ല നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ. ഓക്കെ, സോ അത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ നേച്ചർ അങ്ങനെയാണ്. സോ ഇറ്റ്സ് ബെറ്റർ നിങ്ങൾ ആ ഒരു സാഹചര്യം ആക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ഇൻസ്റ്റീഡ് ലൈക്ക് അവരുടെ ഒരു ബിഹേവിയറിൽ നിങ്ങൾ ഒരുപാട് സ്റ്റക്കായിട്ട് നിൽക്കാതെ. ഓക്കെ, ബിക്കോസ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അങ്ങനത്തെ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. സോ പ്രോബബ്ലി ചില ആളുകൾക്ക് നിങ്ങൾ സംസാരിക്കുന്നുണ്ടാവില്ല. സംസാരിച്ചാലും നിങ്ങൾക്കൊരു ഇമോഷണൽ നിങ്ങൾ ഒരു ടൈമിൽ ഷെയർ ചെയ്തിട്ടുള്ളൊരു ഇമോഷണൽ ബോണ്ടിങ് മേ ബി നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണമെന്നും ഉണ്ടാവില്ല. റൈറ്റ്, ബട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പരസ്പരം ആ ഒരു സ്നേഹം ഉണ്ടാവുന്നുണ്ട്. ബട്ട് ഈ ടൈം അതിന് ബെസ്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, സോ അല്ലെങ്കിൽ മനസ്സിലുള്ള ഒരു സ്നേഹം പറയാൻ പറ്റിയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ആയിക്കൊള്ളണമെന്നില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ബട്ട് ഡെഫിനറ്റ്ലി അവിടെ സ്നേഹമുണ്ട്. സോ നിങ്ങളുടെ ഒരു പേഴ്സണെ പറ്റിയിട്ട് നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് നിങ്ങളടുത്ത് വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഫീലിങ്സ് ഉണ്ട്. ബട്ട് അത് സ്നേഹം മാത്രമല്ല നമുക്ക് വേണ്ടത്, അല്ലെ അത് മാത്രമല്ല ഒരു റിലേഷൻഷിപ്പ് ഫോം ചെയ്യാൻ വേണ്ടി ചില സാഹചര്യത്തിലേക്ക് വരുന്ന സമയത്ത് അവിടെ പരസ്പരം ഉണ്ടാവേണ്ടതായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്, ഓക്കെ, ആക്സെപ്റ്റൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ മേ ബി അങ്ങനത്തെ ഒരു പ്ലേസിൽ ആയിക്കൊള്ളണമെന്നില്ല പരസ്പരം നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, ബട്ട് ദിസ് ഈസ് യുവർ കൺഫർമേഷൻ. ആ വ്യക്തിക്ക് നിങ്ങളോട് ജെന്യൂൻ ആയിട്ടുള്ള സ്നേഹമുണ്ട്. ചില റിലേഷൻഷിപ്പ് ഉണ്ടാവില്ലേ, വളരെ ഇഷ്ടമായിരിക്കാം. ഇറ്റ്സ് ലൈക്ക് താമരയും ചന്ദ്രനും പോലെ നമ്മൾ പറയില്ലേ. ഇറ്റ്സ് ലൈക്ക് ചില റിലേഷൻഷിപ്പ് നമുക്ക് അങ്ങനെ ഒരുമിച്ച് നിൽക്കാൻ പറ്റാത്തതായിരിക്കും. ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. രണ്ടുപേർക്കും ഇഷ്ടമാണ്, പക്ഷേ സാഹചര്യം കൊണ്ട് രണ്ടുപേരും രണ്ട് സ്ഥലത്ത് നിൽക്കേണ്ട ആളുകളായിരിക്കാം. റൈറ്റ്, ബട്ട് അവിടെ ജെന്യൂൻ ആയിട്ടുള്ളൊരു സ്നേഹമുണ്ട്. ആ ഒരു സ്നേഹത്തിന് ഡെഫിനറ്റ്ലി അവിടെ ഒരു അളന്ന് നോക്കാൻ പറ്റാത്ത അത്രയും സ്നേഹം ഉണ്ടാവുന്നുണ്ട് പരസ്പരം. ഓക്കെ, എസ്പെഷ്യലി ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളൊരു ഫീലിങ്സിൽ നിങ്ങൾ ഒരുപാട് ഡൗട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, സോ നിങ്ങൾക്കറിയാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തുകൊണ്ടാണ് ആ ഒരു ഡിസ്റ്റൻസ് വരുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ അടുക്കാൻ സാധിക്കാത്തത്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ മാറ്റം നിങ്ങളെ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാൻ സാധിക്കാത്തത് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അറിയാം. അത് ചില ആളുകൾക്ക് ആ ഒരു ടെമ്പററി സ്റ്റേജ് ആയിരിക്കാം, ഓർ നിങ്ങൾക്കറിയാം അത് പെർമനൻ്റ്ലി അങ്ങനെയാണ്, നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല ചില കാര്യങ്ങൾ. ബിക്കോസ് നിങ്ങൾക്കറിയാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തടസ്സമായിട്ട് നിൽക്കുന്ന ചില കാര്യങ്ങളോ വ്യക്തികളോ ഉണ്ടായിരിക്കാം, അല്ലെ ചില കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് അങ്ങനെ
കണക്ട് ചെയ്യാൻ പറ്റാത്തത്. സോ ഓരോ ഈ റിലേഷൻഷിപ്പിൽ ആ വ്യക്തിയുടെയോ നിങ്ങളുടേതോ ആയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള സിറ്റുവേഷൻസും ഈ റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ ഒരു തടസ്സമായിട്ടോ അല്ലെങ്കിൽ ഒരു തടസ്സം കൊണ്ടുവരാനോ ഒരു അകലം കൊണ്ടുവരാനോ കാരണമാവുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ അത് നിങ്ങൾ പരസ്പരം ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. സോ ഡെഫിനറ്റ്ലി ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ടൈമിൽ നിങ്ങൾക്ക് വളരെ നല്ല ഓർമ്മകളും നല്ല അനുഭവങ്ങളൊക്കെ തന്നിട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കാം. ചില ആളുകൾക്ക് ഇത് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓക്കെ, സോ ഈ വ്യക്തിക്ക് നിങ്ങളടുത്ത് കോണ്ടാക്ട് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാവുന്നുണ്ട്, നിങ്ങളുടെ പ്രസൻസിൽ നിൽക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾ ഇഷ്ടമാണ്, ബട്ട് സിറ്റുവേഷൻസ് കാരണം ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഈ വ്യക്തിയുടെ ഒരു ഫീലിങ്സ് നിങ്ങൾ അങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്. ആൻഡ് അഗെയിൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു വിഷമായിട്ടോ അല്ല നിങ്ങൾ ആ ഒരു സാഹചര്യം എടുക്കേണ്ടത്. നിങ്ങൾക്കറിയാം എന്താണോ നിങ്ങളെ റിലേഷൻഷിപ്പിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, അതിൽ നിങ്ങൾക്ക് ചേഞ്ച് ആക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ ആലോചിച്ച് പിന്നീട് നിങ്ങൾ വിഷമിച്ചിട്ട് എന്താണ് കാര്യം, ആ ഒരു സിറ്റുവേഷൻ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ മേ ബി ലൈക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു കമ്മിറ്റ്മെന്റൽ പ്രോബ്ലം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഹയർ ലെവൽ ഓഫ് കമ്മിറ്റ്മെന്റ്സ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ സോളിന് തമ്മിൽ ഉണ്ടായിരിക്കണം റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത്. ബട്ട് റിയാലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് എടുക്കാൻ പറ്റാത്ത റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓക്കെ, സോ അതായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത്. സോ ചില ആളുകൾക്ക് മേ ബി നിങ്ങൾ ശ്രമിച്ചു നോക്കുക. ഓക്കെ, ശ്രമിച്ചു നോക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഒരു പോസിബിലിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ബിക്കോസ് ആ വ്യക്തിക്ക് നിങ്ങളടുത്ത് വളരെ ഇന്റൻസ് ആയിട്ടുള്ള സ്നേഹമുണ്ട്, ബട്ട് ആക്ഷനിലേക്ക് വരുന്ന സമയത്ത് അത് വളരെ കുറവാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒട്ടും ആക്ഷൻ ഉണ്ടാവുന്നില്ല, വളരെ കോൾഡ് ആയിട്ടുള്ള ഒരു നേച്ചറാണ് ഉണ്ടാവുന്നത്. സോ അതാണ് ചില പ്ലേസിൽ നമുക്ക് സ്നേഹം മാത്രമല്ല വേണ്ടത്, അവിടെ അവസരത്തിനനുസരിച്ചിട്ട് ചില തീരുമാനം എടുക്കാൻ സാധിക്കണം, യുക്തിയോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണം, റൈറ്റ് ആക്ഷൻ കൊണ്ടുവരാൻ സാധിക്കണം. സോ ഇതൊന്നും നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഈ ഒരു സമയത്ത് കണക്ട് ആയിട്ട് നിൽക്കുന്നില്ല. ഓക്കെ, എഫേർട്ട് ഡെഫിനറ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റർ ആണ്, ബട്ട് അത് ഒരാളുടെ എഫേർട്ട് മാത്രമല്ല വേണ്ടത്, രണ്ടാളുടെ എഫേർട്ട് വേണം. ഓക്കെ, ഈ ടൈമിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക സിറ്റുവേഷൻ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ആ വ്യക്തി അങ്ങനെയാണ്, ആ വ്യക്തിയുടെ ലൈഫ് സിറ്റുവേഷൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ ലൈഫിൻ്റെ അവസ്ഥ എങ്ങനെയാണ്. സോ വി ഹാവ് ടു ആക്സെപ്റ്റ് ദാറ്റ്, റൈറ്റ്? സോ രണ്ടുപേരും ഈ റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സോ രണ്ടുപേർക്കും അത്ര ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, സോ നവംബർ മാസത്തിലേക്ക് നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് വാട്ട് ഈസ് നെക്സ്റ്റ്, നിങ്ങളെ റിലേഷൻഷിപ്പിൽ എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് ആ ഒരു രണ്ടുപേരും രണ്ട് കാര്യത്തിലായിരിക്കാം ഈ ഒരു സമയത്ത് ഫോക്കസ് ചെയ്യേണ്ടി വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ മേ ബി ലൈക്ക് നിങ്ങൾ നിങ്ങളുടെ പേർപ്പസിലായിരിക്കാം ഈ ഒരു സമയത്ത് ഫോക്കസ് ചെയ്യേണ്ടത്. അവരുടെ ലൈഫിൽ ചില ഇമോഷണൽ സ്റ്റേജിലൂടെ ആയിരിക്കാം അവർ പോകേണ്ടതായിട്ടുണ്ടായിരിക്കാം. ഓക്കെ, സോ രണ്ടുപേർക്കും ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ള രണ്ട് സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. സോ അതിലേക്കാണ് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ നവംബർ മാസം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോകുന്നു, നിങ്ങൾക്ക് വീണ്ടും റീകണക്ട് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പോകുന്നു, നന്നായിട്ട് സംസാരിക്കുന്നു, അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ അത് കണക്ട് ചെയ്ത് പോവാം. അതല്ല നവംബർ മാസം ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഇല്ല, ഒരു ഡിസ്റ്റൻസ് ആണ്, കോണ്ടാക്ട് ഇല്ല, ഒരു രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല, ബിക്കോസ് ഇമോഷണലി ഒരു ഡിറ്റാച്ച്മെന്റ് ഉണ്ടാവുന്നുണ്ട്, അൺഅവൈലബിലിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നുണ്ട്. സോ ആ ഒരു ടൈം ആ വ്യക്തി വരുന്നത് വരെ നിങ്ങൾ നോക്കി നിന്ന് നിങ്ങളുടെ ടൈം കളയരുത്. ബിക്കോസ് ഈ ഒരു സമയത്ത് ആ വ്യക്തി വേറെ എന്തോ കാര്യത്തിലും നിങ്ങൾ വേറെ എന്തോ ഒരു കാര്യത്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. മേ ബി നിങ്ങൾ ആ വ്യക്തിയിലേക്ക് നോക്കുന്ന സമയത്ത് ആ വ്യക്തി ചെയ്യുന്ന കാര്യത്തിൽ ആ വ്യക്തി വളരെ എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കണം. സോ അത് പ്രോബബ്ലി നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ടായിരിക്കണം. നിങ്ങളും അതേ കാര്യം തന്നെയായിരിക്കും നിങ്ങളെ ലൈഫിലും നേടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കുക. അങ്ങനെയല്ല, ഫോർ എക്സാമ്പിൾ ആ വ്യക്തിയുടെ ജോബിലേക്കാണ് അല്ലെങ്കിൽ അയാളുടെ ഒരു പേർപ്പസിലേക്കാണ് അയാൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഇമോഷണൽ കാര്യത്തിലേക്കാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഫാമിലി ആയിരിക്കാം, നിങ്ങളുടെ സറൗണ്ടിങ്ങിലുള്ള ആളുകളായിരിക്കാം, നിങ്ങൾ കൂടുതൽ കെയർ ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, സോ അവിടെ എന്തിനാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, അത് മനസ്സിലാക്കിയിട്ടാണ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ ഈ ഒരു സമയത്ത് പെരുമാറേണ്ടത്. ഓക്കെ, സോ ഈ ഒരു സ്നേഹം ഡെഫിനറ്റ്ലി അവിടെ ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ ചില മാറ്റങ്ങൾ അവിടെ ഉണ്ടാവേണ്ടതായിട്ടുണ്ടായിരിക്കണം, ബട്ട് ദിസ് ഈസ് നോട്ട് ദ റൈറ്റ് ടൈം, എസ്പെഷ്യലി നിങ്ങൾ കോണ്ടാക്റ്റിൽ ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ അവിടെ ചില പ്രോസസ്സ് ഉണ്ടാവുന്നുണ്ട്, ക്ഷമ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്, ചില കാര്യങ്ങൾ, അതായത് രണ്ടുപേരും അവരവരുടെ ലൈഫിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ആ ഒരു ചെയ്യാനുള്ള ഒരു ടൈം വേണം. ഓക്കെ, അതിനുള്ള ഒരു സ്പേസ്, മേ ബി അങ്ങനത്തെ ഒരു പ്ലേസിൽ അവർക്ക് നിങ്ങളുടെ ഒരു പ്രസൻസിന്റെ ആവശ്യം ഉണ്ടാവില്ല. നിങ്ങളുടെ ലൈഫിലും അങ്ങനെ ആയിരിക്കാം, നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അവിടെ അവരുടെ പ്രസൻസ് നിങ്ങൾക്ക് ആവശ്യമില്ല.
നിങ്ങൾക്ക് വേറെ എന്തൊക്കെയോ സപ്പോർട്ടാണ് വേണ്ടത്, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ ആണ് ആ ഒരു കാര്യത്തിലേക്ക് വേണ്ടത്, നിങ്ങളുടെ ആ ഒരു കമ്മിറ്റ്മെന്റ് ആണ് വേണ്ടത്. ഓക്കെ, സോ നിങ്ങൾ കമ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള വേറെ കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അതിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. നവംബർ മാസം നിങ്ങൾ അതാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഈ റിലേഷൻഷിപ്പ് ഒരു വിഷമമായിട്ടും അല്ല നിങ്ങൾ എടുക്കേണ്ടത്. ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അല്ലെ, ഇത്ര ഒരു പ്യൂർ ആയിട്ടുള്ള ഒരു സ്നേഹം നിങ്ങൾ പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഡസന്റ് മാറ്റർ പിന്നീട് എന്താ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ സംഭവിച്ചു എന്നുള്ളതല്ല, വളരെ നല്ല രീതിയിലുള്ള അനുഭവങ്ങളും ഡെഫിനറ്റ്ലി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. റൈറ്റ്? സോ ചില കാര്യങ്ങൾ ഇതിൽ നിങ്ങൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്, ചില ആക്സെപ്റ്റൻസ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. എന്ത് സാഹചര്യമാണോ ഇപ്പം സംഭവിക്കുന്നത്, എന്ത് മാറ്റാണോ ആ വ്യക്തിക്ക് ഇപ്പം ഉണ്ടായിട്ടുള്ളത്, നിങ്ങൾക്ക് എന്ത് മാറ്റാണോ ഉണ്ടായിട്ടുള്ളത്, അത് പരസ്പരം ആക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പണ്ട് അയാൾ അങ്ങനെയായിരുന്നു, പണ്ട് ഇത്ര സ്നേഹമായിരുന്നു, അല്ലെങ്കിൽ ഇപ്പം മാറി, അതൊന്നും പറയുന്നത് വളരെ ഇമ്മച്യൂർഡ് ആയിട്ടുള്ള നേച്ചറാണ്. ഓക്കെ, സോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യത്തിലേക്കാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. സോ അതെന്താന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാം. സോ നവംബർ മാസം അതിലേക്കാണ് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നവംബർ മാസം നിങ്ങൾക്ക് അവസരം തരികയാണ് ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് വീണ്ടും സംസാരിക്കാനും വീണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്യാനൊക്കെ ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് എൻജോയ് ചെയ്യാം. അതല്ലാതെ അത് വരുന്നത് വരെ നിങ്ങൾ നിങ്ങളുടെ ടൈം വേസ്റ്റ് ആക്കാതിരിക്കാം. ഓക്കെ, സോ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ കൂടുതൽ ട്രസ്റ്റ് ചെയ്യാനാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇതിന്ന് നിങ്ങൾ കളക്ട് ചെയ്തിട്ടുള്ള അനുഭവിച്ചിട്ടുള്ള നല്ല കാര്യങ്ങൾ എടുക്കുക. ബിക്കോസ് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ സ്നേഹം മാത്രമല്ല നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളത്, ഒരു സെൽഫ് ഗ്രോത്തും കൂടെ, പരസ്പരം ഗ്രോ ചെയ്യാൻ കൂടെ, അല്ലെങ്കിൽ പരസ്പരം സപ്പോർട്ടായിട്ടും കൂടെ മനഃപൂർവ്വം നിൽക്കുക എന്നുള്ളതും അല്ല. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്ന സമയത്ത് ആ വ്യക്തി നിങ്ങളോ പരസ്പരം രണ്ടുപേർക്കും അറിയാണ്ട് ഒരു തണലായിട്ടോ ഒരു എൻകറേജ്മെന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു നല്ലൊരു മാറ്റം കൊണ്ടുവരാനോ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും. റൈറ്റ്? സോ ചില കാര്യങ്ങൾ ഈ വ്യക്തിയുടെ അടുത്ത് നിന്ന് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു അറിവ് ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒരു വിസ്റ്റം അഗെയിൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. റൈറ്റ്? ആൻഡ് ഈ ഒരു സമയത്ത് ആ ഒരു ഡിസ്റ്റൻസ് വരേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് വളരെ ഒരു ഹോം ഫീലിങ്സ് തന്നിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ വളരെ സേഫ് ആയിട്ടും സെക്യൂർ ആയിട്ടൊക്കെ ഫീൽ ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആണ്. ഇറ്റ്സ് ലൈക്ക് നമ്മുടെ യാത്രയിൽ യാത്രാ മധ്യേ നമ്മളൊരു വീട്ടിൽ താമസിച്ചു, അവരായിട്ട് കൂടുതൽ അടുത്തു, അവർ തരുന്ന ഫുഡൊക്കെ കഴിച്ച് അവരുടെ വീട്ടിൽ കിടന്നുറങ്ങി, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് 1-2 ദിവസമൊക്കെ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്ത് പിന്നീട് അവിടുന്ന് നമ്മൾ വിട്ടുപോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട് അല്ലേ? ബിക്കോസ് നമ്മളുടെ യാത്ര അവിടെ കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട്. ചില ആളുകൾ ഗ്രിപ്പ് നമ്പർ 2 നിങ്ങൾ എക്സാക്ട്ലി അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടി ആയിരിക്കാം ഈ ഒരു സമയത്ത് കടന്നു പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങളൊരു യാത്രയിലായിരുന്നു, അവിടെ നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടുമുട്ടി, ആ സമയത്ത് നിങ്ങൾക്ക് ആ ഒരു സപ്പോർട്ട് വേണമായിരുന്നു. നിങ്ങൾ വളരെ ടയേർഡ് ആയിട്ടുണ്ടായിരിക്കണം, നിങ്ങൾക്ക് ആ ഒരു സപ്പോർട്ട്, മെന്റൽ ഫിസിക്കൽ ഇമോഷണൽ സപ്പോർട്ട് ആ വ്യക്തി അറിഞ്ഞോ അറിയാതെ തന്നിട്ടുണ്ടായിരിക്കണം. ആ വ്യക്തിക്ക് നിങ്ങളായിരിക്കാം മേ ബി കൊടുത്തിട്ടുണ്ടായിരിക്കേണ്ടത്. റൈറ്റ്? സോ ഈ റിലേഷൻഷിപ്പിൽ ഡെഫിനറ്റ്ലി ചില മാറ്റങ്ങൾ ഉണ്ടാവും, പക്ഷേ അതിൻ്റെതായിട്ടുള്ളൊരു ടൈം നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ അത് വെരി സൂൺ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതല്ല. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റാത്തൊരു പ്ലേസിലാണെന്നുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യുക. അതിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ മനസ്സിലാക്കേണ്ടത് രണ്ടുപേർക്കും വളരെ ഡീപ്പ് ആയിട്ടുള്ളതും വളരെ ജെന്യൂൻ ആയിട്ടുള്ളൊരു ഇമോഷണൽ സിറ്റുവേഷൻ, സ്നേഹം ഉണ്ട്. ഓക്കെ, സോ എത്ര സമയം നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നിട്ടുണ്ട് എന്നുള്ളതല്ല, ഈവൻ കുറച്ച് സമയമാണ്, കുറച്ച് കാലത്തൊരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പോലും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കൊരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കാനും നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിക്ക് ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കാനും സാധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പ്രസൻസ് ഡെഫിനറ്റ്ലി ആ വ്യക്തിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കാര്യമാണ്. ബട്ട് അത് ഈ ഒരു ടൈമിൽ അങ്ങനെ ആസ്വദിക്കാൻ പറ്റാത്തൊരു പ്ലേസിലായിരിക്കും ആ വ്യക്തി നിൽക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്കറിയാം എന്തൊക്കെ ഒരു റീസൺസ് കൊണ്ട് നിങ്ങൾക്ക് ദൂരെ നിന്ന് മാത്രമേ ഈ ഒരു ടൈമിൽ നിങ്ങളെ കാണാൻ സാധിക്കുന്നുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഒട്ടും കാണാൻ സാധിക്കുന്നുണ്ടാവില്ല. ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം, അടുക്കാൻ പറ്റില്ല. അത് ടെമ്പററി ആയിരിക്കാം, ചില ആളുകൾക്ക് കുറച്ച് സമയത്തേക്കുള്ള ഒരു കാര്യമായിരിക്കാം. ബിക്കോസ് ക്ഷമ നിങ്ങൾക്കത് എടുത്ത് കാണിക്കുന്നുണ്ട്. സോ മേ ബി ഒരു കുറച്ച് സമയം നിങ്ങൾ കാത്തിരുന്നാൽ, ക്ഷമിച്ചിരുന്നാൽ ചില മാറ്റങ്ങൾ സംഭവിക്കാം. കാത്തിരിക്കുക എന്ന് പറയുന്ന സമയത്ത് അഗെയിൻ നിങ്ങളുടെ ലൈഫിൽ വരുന്ന ബാക്കി എല്ലാ അവസരങ്ങളും മാറ്റിവെച്ച് ഇതിനു വേണ്ടി മാത്രമായിട്ട് ജീവിതം കാത്ത് നിൽക്കുക എന്നുള്ളതല്ല. ഓക്കെ, റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട്. ഗ്രൂപ്പ് നമ്പർ 2 ദ മെസ്സേജ് ഫോർ യു. ബിക്കോസ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഹീലിംഗ് പ്രോസസ്സ് ഡെഫിനറ്റ്ലി ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്.
ഓക്കെ, നിങ്ങൾ വളരെ സ്പിരിച്വലി കണക്ട് ആയിട്ടുള്ള ആളുകളാണ് ഗ്രൂപ്പ് നമ്പർ 2. ഇമാജിൻ യുവർ സെൽഫ് ആൻഡ് യുവർ ബിലൗഡ് സറൗണ്ടഡ് ബൈ ലൈറ്റ്. ഫീൽ യുവർ റിലേഷൻഷിപ്പ് ബീങ് ഹീൽഡ് ദിസ് വെരി മൊമെന്റ്. ഗ്രൂപ്പ് നമ്പർ 2 ഈ റിലേഷൻഷിപ്പിൽ എസ്പെഷ്യലി നിങ്ങൾക്ക് ആ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ ഒരു സമയത്ത് ഈ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫീലിങ്സ്, നിങ്ങളുടെ ഒരു ഇമോഷൻസ് ഹീൽ ചെയ്യുന്ന കാര്യത്തിലേക്കാണ് നിങ്ങൾ കൂടുതൽ എൻഗേജ്ഡ് ആവേണ്ടത്. ഓക്കെ, സോ അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എങ്ങനെ കാര്യങ്ങൾ എടുക്കുന്നു, എങ്ങനത്തെ ഒരു ഇമോഷൻസ് നിങ്ങൾ കണക്ട് ചെയ്യുന്നു, അത് നിങ്ങൾക്ക് വളരെ ആസ്വദിക്കാൻ സാധിക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ വെച്ചോളൂ. നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അത് എഫക്റ്റ് ചെയ്യുന്നില്ല. ഇങ്ങനത്തെ മെമ്മറീസ് ഉണ്ട്, സന്തോഷമായിട്ട് നിങ്ങൾക്കത് കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ വളരെ സമാധാനമായിട്ട് ആ ഒരു തോട്ട്സ് പോകുന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം. ബട്ട് ഈ ഒരു റിലേഷൻഷിപ്പ്, ഈ ഒരു വ്യക്തിയെ പറ്റി ആലോചിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനപ്രയാസം ഉണ്ടാക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ഇമോഷൻസ് ചേഞ്ച് ആക്കി നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് അവിടുന്ന് നിങ്ങൾ എന്ത് നല്ല കാര്യങ്ങൾ കളക്ട് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് ഈ ഒരു വ്യക്തിയുടെ അടുത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം വളരെ നല്ല സ്നേഹമൊക്കെ ഉണ്ടാവുന്നുണ്ട് എന്ന് കരുതി നമ്മൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹേർട്ട് ചെയ്യുക എന്നുള്ളതല്ല. ചില ആളുകൾക്ക് വലിയൊരു വിഷമം, വേദന ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കണം അങ്ങോട്ടോ ഇങ്ങോട്ടോ. സോ അങ്ങനെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോപ്പോണോപ്പോണോ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, സോ എന്ത് വിഷമാണോ നിങ്ങൾക്ക് ഉണ്ടാവുന്നത് അത് നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാക്കി കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഹോപ്പോണോപ്പോണോ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. സീക്രട്ട് യൂണിയൻ, ഹോണർ ആൻഡ് ട്രഷർ യുവർ റിലേഷൻഷിപ്പ് for it is truly sacred. Yes, exactly. Group number 2. ഇതൊരു സ്പെഷ്യൽ കണക്ഷൻ ആണ്. ഓക്കെ, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് സ്പിരിച്വൽ കണക്ഷൻ, സോൾ ട്വിൻ എന്നൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന റിലേഷൻഷിപ്പ്, റൈറ്റ്? സോ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നതിന് അതിൻ്റെ ഒരു പർപ്പസ് ഉണ്ടായിരുന്നു. നിങ്ങൾ വളരെ ആസ്വദിച്ചിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഇപ്പം അതിനെന്തെങ്കിലുമൊക്കെ ഒരു ഡിസ്റ്റൻസ് വന്നിട്ടുണ്ടെങ്കിൽ ആക്സെപ്റ്റ് ഇറ്റ്. മേ ബി നിങ്ങളുടെ ആ ഒരുമിച്ചിട്ടുള്ള ആ ഒരു യാത്ര അവിടെ അവസാനിക്കുകയാണ്. ഐ നോ ദാറ്റ് വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കാം. ബട്ട് ഇത് ചില ആളുകൾ ഡെഫിനറ്റ്ലി കേൾക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഫിസിക്കലി മാത്രമാണ്, അതായത് നിങ്ങൾ ഫിസിക്കലി കണക്ട് ചെയ്യുന്നത് മാത്രമാണ് അവിടെ ബ്രേക്ക് ആവുന്നത്. എനർജറ്റിക്കലി നിങ്ങൾ കണക്റ്റഡ് ആണ്. നിങ്ങളുടെ സോൾ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ അറ്റ്ലീസ്റ്റ് ആ ഒരു സമാധാനം നിങ്ങൾക്ക് ഉണ്ടാവണം, ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ഉണ്ടാവണം. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മുടെ കൂടെ തന്നെ നിന്നാലേ അത് ഫുൾഫിൽ ആവൂ എന്നുള്ളതല്ല. ആ വ്യക്തിയുടെ ലൈഫിൽ വേറെ ആരൊക്കെ വന്ന് നിൽക്കുന്ന സമയത്തും നിങ്ങളായിട്ടായിരിക്കും ഒരു സ്പെഷ്യൽ ബോണ്ട് അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്. അത് ഈവൻ അവരുടെ കൂടെ 100 കൊല്ലം ഒരാൾക്ക് ജീവിച്ചാൽ പോലും അത് അങ്ങനത്തെ ഒരു ഫീലിങ്സ് കൊടുക്കാൻ സാധിക്കില്ല. തിരിച്ചുമായിരിക്കാം, അങ്ങോട്ടുമായിരിക്കാം, റൈറ്റ്? സോ കുറച്ച് സമയത്തേക്ക് നിങ്ങൾക്ക് നല്ല അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാണ് വേണ്ടത്. ഓക്കെ, സോ അത് കളക്ട് ചെയ്യുക. ബാക്കി അത് നിലനിന്ന് പോയിട്ടില്ല, അത് നഷ്ടപ്പെട്ടു പോയി എന്ന് ആലോചിച്ച് വിഷമിക്കാതെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള പേർപ്പസിലേക്ക് കണക്ട് ചെയ്യുക. അവർക്ക് എന്താണ് ഈ ഒരു സമയത്ത് ലൈഫിൽ ഫോക്കസ് ചെയ്യേണ്ടത് അത് അലോ ചെയ്യുക, അത് ആക്സെപ്റ്റ് ചെയ്യുക. ബിക്കോസ് ഈ ഒരു സമയത്ത് രണ്ടുപേരും രണ്ട് കാര്യത്തിലേക്കാണ് നോക്കേണ്ടത്. ഓക്കെ, റിലേറ്റ് ചെയ്യുക. ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് ഇത് നിങ്ങൾക്ക് എത്രമാത്രം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. Let's move to group number 3 now. Hello, group number 3, the person on your mind. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്? മെയിൻലി നവംബർ മാസത്തിലേക്ക് വരുന്നതിന് മുൻപ് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ എനർജറ്റിക്കലി ക്ലിയർ ചെയ്ത് പോകേണ്ടത്? സോ എന്നാലും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പുതിയൊരു മാസത്തിലേക്ക് വരുന്ന സമയത്ത് കണക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ, അല്ലെ പുതിയൊരു എനർജിയിലേക്ക് വരാൻ പറ്റുള്ളൂ. ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റീസ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ കണക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ ഗ്രൂപ്പ് നമ്പർ 3, ലെറ്റ്സ് സീ ദ പേഴ്സൺ ഓൺ യുവർ മൈൻഡ് ആൻഡ് വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ്. ഓക്കെ, so love, unconditional love is flowing, unconditional situation is flowing. Okay, so പല പ്ലേസിൽ വരുന്ന സമയത്ത് ഒരു ജെന്യൂൻ ആയിട്ടുള്ള എക്സ്പ്രഷൻ, ജെന്യൂൻ ആയിട്ടുള്ള ഈവൻ നിങ്ങൾക്കും എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. ചില കാര്യങ്ങൾ ജെന്യൂൻലി ഫ്ലോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഓർഗാനിക്കലി ഫ്ലോ ചെയ്യാന്ന് പറയുമല്ലോ. സോ ചില കാര്യങ്ങൾ നമ്മൾ ഇൻറ്റൻഷനലി പിടിച്ചു വലിച്ചു കൊണ്ടുവരുന്നതിനേക്കാളും അതിൻ്റെ ആ ഒരു ഫ്ലോയിൽ വരുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അല്ലേ? സോ നവംബർ മാസം ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യേണ്ടതും ആ ഒരു നാച്ചുറൽ ഫ്ലോ ആണ്. ഓക്കെ, സോ ഓരോ സീസണിൽ ഓരോ ക്ലൈമറ്റ്
ഉണ്ടാവുന്നത് പോലെ. ഓക്കെ, സോ തണുപ്പ് വേണ്ട ടൈമിൽ അത് നമ്മൾ ആർട്ടിഫിഷ്യൽ ആക്കി ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും, അതല്ലാണ്ട് അത് റിയൽ ആയിട്ട് സംഭവിക്കുന്ന സമയത്ത് എങ്ങനെ ഉണ്ടാവും. സോ നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ അതിൻ്റെ ഒരു ഓർഗാനിക്കൽ ഫോമിൽ സംഭവിക്കുകയാണ്. ഓക്കെ, സോ ആൻഡ് അഗെയിൻ ഇപ്പം നിങ്ങളുടെ ഒരു പേഴ്സൻ്റെ ഒരു ഇമോഷൻ ഫീലിങ്സ് നോക്കുന്ന സമയത്ത് ഒരു ജെന്യൂൻ ആയിട്ടുള്ളൊരു, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഓർഗാനിക്കലി കണക്ട് ആവുന്നുണ്ട്, എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്, സ്നേഹം, ഇമോഷൻസ്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എഗെയിൻ ലൈക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ വീണ്ടും കണ്ടുമുട്ടുക, വീണ്ടും ചില കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് തുടങ്ങുന്ന ഒരു ടൈമിലൂടെ ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കുക, അല്ലേ. സോ അവരുടെ ഒരു പ്രസൻസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ചില ആളുകൾക്ക് യാത്ര ഇൻവോൾവ് ആവുന്നുണ്ടായിരിക്കണം. സോ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ടോ ആ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ടോ യാത്ര ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ രണ്ടുപേരും ഒരുമിച്ചിട്ട് എങ്ങോട്ടെങ്കിലൊക്കെ പോകുന്നതായിരിക്കാം. റൈറ്റ്, മെയിൻലി നിങ്ങളൊരു ഫാമിലിയിലൊക്കെ ഒരുമിച്ച് നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ലോങ് ഡിസ്റ്റൻസിലൊക്കെ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഈവൻ ഒരു വീട്ടിൽ തന്നെ നിന്നിട്ട് ഒരു ഡിസ്റ്റൻസ് ഒക്കെ അനുഭവിച്ചിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, യാത്ര പോകുന്നത് നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ യാത്ര പോകണം എന്നുള്ളതല്ല, യാത്ര പോകുന്നുണ്ട് നവംബർ മാസം. ഓക്കെ, സോ ചില കാര്യങ്ങൾ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ, ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫെമിനിനിൽ നിൽക്കാൻ സാധിക്കുന്നുണ്ട്, അവർക്ക് നിങ്ങൾക്ക് ആ ഒരു മാസ്കുലിൻ ക്വാളിറ്റി തരാൻ സാധിക്കുന്നുണ്ട്. അത് തിരിച്ചും. ഓക്കെ, നിങ്ങളൊരു മെയിൽ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ഫെമിനിൻ ക്വാളിറ്റീസ് നിങ്ങൾക്ക് കാണിച്ചു തരാനും സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക, പല കാര്യങ്ങളും അവിടെ ബ്ലെൻഡ് ആയിട്ട് വരുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഇമോഷൻസ്, ഇൻറ്റിമസി, അഫെക്ഷൻ, കോൺവെർസേഷൻ. ഓക്കെ, ഒരു പുതുമ ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്. സോ പ്രോബബ്ലി അത് ലൈക്ക് എന്താ പറയാ, ഒരു പുതിയൊരു റിലേഷൻഷിപ്പിൽ വന്ന പോലത്തെ ഒരു ഫീലിങ്സ് ആയിരിക്കാം ഉണ്ടാവുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക്. ഓക്കെ, ഈവൻ നിങ്ങൾ കുറെ വർഷത്തെ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഒരാൾ ബ്ലഷ് ചെയ്യുക, ഒരാൾക്ക് നാണം വരിക. ഓക്കെ, ഒരാള് ലൈക്ക് എൻജോയ് ചെയ്യുക കോൺവെർസേഷൻ. ഓക്കെ, സോ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ. സോ ഇത് നിങ്ങൾ കുറച്ച് കാത്തിരുന്നിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം നവംബർ മാസം നിങ്ങൾ എന്തോ ഒരു കാര്യം നിങ്ങൾ പരസ്പരം പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നവംബർ മാസത്തിന് വേണ്ടി കാത്തിരുന്നിട്ടുള്ള ചില ആളുകളുണ്ട്, അല്ലെ. നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഒരു സ്പെസിഫിക് പേഴ്സൺ ആയിട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നവംബർ മാസം ആവാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത്, അല്ലെ. ഇപ്പൊ ചില ആളുകൾക്ക് അങ്ങനത്തെ ചില കാര്യങ്ങൾ നവംബർ മാസം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ എവിടെയാണോ നിങ്ങൾക്കൊരു ഫ്ലോ ഇല്ലാണ്ട് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒന്ന് ഫ്രീസ് ആയിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കണം, ഓർ എൻഡ് ആക്കിയിട്ടുള്ള ചില കാര്യങ്ങൾ വീണ്ടും റീ ഓപ്പൺ ആക്കേണ്ട ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻസ് കൂടെ അവിടെ ഉണ്ടാവുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനൊരു സിറ്റുവേഷൻ ഡെഡായി വീണ്ടും ബർത്ത് ചെയ്യുന്നത് പോലെ. ഓക്കെ, സോ ഡെത്ത് ആൻഡ് റീബർത്ത് പോലത്തെ ചില സിറ്റുവേഷൻസ് നിങ്ങൾ റിലേഷൻഷിപ്പിൽ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ വീണ്ടും ക്വാളിറ്റി ഉള്ള കാര്യങ്ങൾ നിങ്ങൾ അവിടെ കണക്ട് ചെയ്യുന്നുണ്ട്. സോ ഒരുപാട് മെമ്മറീസ് അഗെയിൻ വീണ്ടും ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഒരു സ്റ്റെബിലിറ്റി റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് കണക്ട് ചെയ്യുന്നുണ്ട്. സോ പ്രോബബ്ലി ഇത് നിങ്ങളെക്കാളും കുറച്ച് പ്രായം കുറഞ്ഞിട്ടുള്ള ആളായിരിക്കാം നിങ്ങളെ ഡീൽ ചെയ്യുന്നത്. പ്രായം ഓർ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഹൈറ്റ് ഡിഫറൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ടായിരിക്കണം, ഓർ ലൊക്കേഷൻ വൈസ്. ഓക്കെ, ബട്ട് ചില ആക്സെപ്റ്റൻസ് നിങ്ങൾ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഉണ്ടാവുന്നുണ്ട്. സോ ആരെങ്കിലുമൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്, ആരുടെങ്കിലൊക്കെ അപ്രൂവൽസിന് വേണ്ടി നിങ്ങൾ റിലേഷൻഷിപ്പിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു തീരുമാനമാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ ഒരു കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഓർ വേറെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തടസ്സമായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഡിസ്റ്റൻസോ ജോബോ ഫൈനാൻഷ്യൽ സിറ്റുവേഷനോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നമായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകൾക്ക് അറിയാം നിങ്ങൾ ഒരുപാട് ശ്രമത്തിന് ശേഷമാണ് നിങ്ങളൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നത്, അല്ലേ. സോ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്, ഒരുപാട് എഫേർട്ട് കൊടുത്തിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങൾ, ഒരുപാട് പരസ്പരം ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. സോ രണ്ടുപേരും പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകൾ എന്നുള്ളതല്ല. ഓക്കെ, സോ മാറ്റങ്ങൾ അവിടെ ഡെഫിനറ്റ്ലി ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിങ്ങൾക്ക് ഈവൻ ആ വ്യക്തി പണ്ട് ഒക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളതല്ല, ഗ്രാജുവലി ആ വ്യക്തിയിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ടോ, ആ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്ഫർമേഷൻ ആ വ്യക്തിയുടെ സ്വഭാവത്തിൽ, നിങ്ങളുടെ സ്വഭാവത്തിലും നിങ്ങളുടെ സിറ്റുവേഷനിലൊക്കെ നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അത്
ജെന്യൂൻ ആയിട്ടുള്ളൊരു ചേഞ്ച് ആണ്. ഓക്കെ, അഗെയിൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് അത് നിങ്ങളോട് കാണിക്കുന്ന ഒരു റെസ്പെക്റ്റും കൂടിയാണെന്നുള്ളത് മനസ്സിലാക്കുക. പണ്ട് ആ വ്യക്തി എങ്ങനെയെന്നുള്ളതല്ല, ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും മാറ്റം എടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ സ്വഭാവത്തിൽ, നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ? ഓക്കെ, ബിക്കോസ് അങ്ങനത്തെ ചില മാറ്റങ്ങൾ ചില ആളുകളെങ്കിലും നിങ്ങളെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ, അതായത് എന്ത് ഒരു റിയൽ ലൈഫിലേക്ക് വരുന്ന സമയത്ത് കണക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ചില ആളുകളുടെ ഒരു ഫാൻറ്റസിന്ന് പുറത്ത് വന്ന് കുറച്ചുകൂടെ റിയൽ ലൈഫിലേക്ക് കണക്ട് ചെയ്യുന്ന ആളുകളും ഉണ്ടാവുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 3 സെലക്ട് ചെയ്തിട്ടുള്ള ആളുകൾ. ഓക്കെ, ഓർ നിങ്ങൾക്കൊരു നിങ്ങളൊരു ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ, നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്തിട്ടുള്ള ഇഷ്ടങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അല്ലെ. സോ അതിനെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നതോ അത് നിങ്ങൾക്ക് പരസ്പരം പങ്കുവയ്ക്കാനോ സാധിക്കുന്നതോ ആയിരിക്കാം. നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കണം, റൈറ്റ്? എസ്പെഷ്യലി ലൈക്ക് ഈ വ്യക്തിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവുന്നുണ്ടായിരിക്കണം, നിങ്ങളടുത്ത് അതൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളും ആയിരിക്കാം, റൈറ്റ്? അത് നിങ്ങളുമായിട്ടും ആ വ്യക്തി കണക്ട് ചെയ്യാനും ഒരുമിച്ച് വരുന്ന സമയത്ത് പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം. പ്ലസ് ആ വ്യക്തിയുടെ ലൈഫിലെ ചില കാര്യങ്ങൾ കൂടെ ആ വ്യക്തി നിങ്ങളടുത്ത് പങ്കുവെച്ചിട്ടുണ്ടായിരിക്കണം. സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ചില കാര്യങ്ങൾ ആ വ്യക്തി പറയുന്ന സമയത്ത് മേ ബി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ഇത് ഇങ്ങനെ റിയൽ ലൈഫിലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ, അല്ലെങ്കിൽ ഇതൊക്കെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമാണോ എന്നൊക്കെ ചിന്തിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം അല്ലെ. സോ ചിലത് അവർ അച്ചീവ് ചെയ്യുന്നതോ ചിലത് അവർ ആക്സെപ്റ്റ് ചെയ്യുന്നതോ ആയിരിക്കാം. ഓക്കെ, ഇങ്ങനെയാണ്, ഓക്കെ ഞാൻ ചിന്തിച്ചതുപോലെയല്ല ചില കാര്യങ്ങൾ എന്നുള്ളത്. സോ ആ ഒരു ഇമ്മച്യൂർഡ് ആയിട്ടുള്ള ഒരു നേച്ചറിന് ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതായത് ചില കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് ഫാന്റസൈസ് ചെയ്ത് അത് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു മാറ്റം അല്ലെങ്കിൽ സിറ്റുവേഷൻ റിയാലിറ്റി എന്താന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, എസ്പെഷ്യലി ആ വ്യക്തിക്ക്. ഓക്കെ, ആ വ്യക്തി നിങ്ങളെക്കാളും കുറച്ച് യങ് ആയിട്ടുള്ള പേഴ്സണോ അല്ലെങ്കിൽ കുറച്ച് ഇമ്മച്യൂർഡ് ആയിട്ടുള്ള പേഴ്സൺ, യങ് എന്ന് ഉദ്ദേശിക്കുന്നത് മേ ബി ഈ വ്യക്തി നിങ്ങളെക്കാളും ഇമ്മച്യൂർഡ് ആയിട്ടുള്ള പേഴ്സണോ ആയിരിക്കാം. ഓക്കെ, സി അഗൈൻ ഗ്രൂപ്പ് നമ്പർ 3, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചില കാര്യങ്ങൾ റൈറ്റ് പ്ലേസിൽ റൈറ്റ് ആയിട്ട് സെർവ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കാം. ഓക്കെ, സോ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാക്കേണ്ടത് എവിടേക്കോ ഒരു സീരിയസ്നെസ് കുറവായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണ് നിങ്ങൾ എടുക്കുന്നത് എന്നുള്ളത്. ഓക്കെ, സോ ചിലതൊക്കെ നിങ്ങൾ ഒരു റിയൽ സിറ്റുവേഷൻ വന്നാൽ ഈ പേഴ്സൺ ഇല്ല നിങ്ങളുടെ ലൈഫിൽ. മേ ബി ചില ആളുകൾക്ക് അങ്ങനെയായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോകുന്നുണ്ടായിരിക്കുക, ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കണം, സംസാരത്തിൽ ആ വ്യക്തി നമ്മളുടെ കൂടെ നമ്മളുടെ പേഴ്സൺ ആയിരിക്കാം. പക്ഷേ ഇത് നിങ്ങളുടെ ഒരു റിയൽ സിറ്റുവേഷനിൽ വരുന്ന സമയത്ത് ഈ വ്യക്തി ഉണ്ടാവില്ല, ഡിസപ്പിയർ ആവുന്നുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും റിയൽ ലൈഫിൽ വരുന്ന സമയത്ത് കണക്ട് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളും ആയിരിക്കാം. ഓക്കെ, സോ അവിടെ ഒരാൾ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഒരാൾ കെട്ടിവെച്ചിട്ടുള്ള ഒരു മനോരാജ്യത്തിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കണം, നിങ്ങളോ അവരോ. ഓക്കെ, സോ അവിടെ ഒരു വ്യക്തി ജെന്യൂൻലി ഡിസേർവ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഇറ്റ്സ് ലൈക്ക് കർമ്മ ഹിറ്റ് ബാക്ക് എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചില കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സോ ആർക്കെങ്കിലും ഒരു വേദനയായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുന്ന അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. സോ നവംബർ മാസം നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ കാത്തിരുന്നത് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കാണാൻ വേണ്ടി കാത്തിരിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ വെയിറ്റ് ആൻഡ് സീ. നിങ്ങൾ എന്നോ വിഷമാക്കിയിട്ടുണ്ടായിരിക്കണം ഈ ഒരു വ്യക്തി, കാരണം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കണം എന്താണ് ഇങ്ങനെ എന്നുള്ളത് അല്ലെ, അല്ലെങ്കിൽ ഇത്രയ്ക്ക് വേദനിപ്പിച്ചിട്ടും ആ വ്യക്തിയൊക്കെ ഓക്കെ ആയിട്ടാണ് പോകുന്നത് എന്നുള്ളത്. ഇപ്പൊ നമുക്ക് ഒരാൾ നമ്മളെ വേദനിപ്പിച്ചതുകൊണ്ട് അവരും വേദനിക്കണം എന്നുള്ളതല്ല. ബട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലെ. സോ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന കാര്യങ്ങൾ അവർ സെർവ് ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൽ വീണ്ടും നിങ്ങൾ റീകണക്ട് ചെയ്യുന്ന സമയത്തോ വീണ്ടും സംസാരിക്കുന്ന സമയത്തോ വീണ്ടും നല്ല രീതിയിൽ പോവാ എന്ന് മാത്രം എന്നുള്ളതല്ല. ചില ആളുകൾക്ക് അങ്ങനെ ആയിരിക്കാം, ബട്ട് ചില ആളുകൾക്ക് അവരുടെ സിറ്റുവേഷൻ എന്താണ്, ഒരാൾ മറ്റൊരാളുടെ അടുത്ത് ചെയ്ത കാര്യം എന്താണെന്നുള്ളത് തിരിച്ചറിയുന്നുണ്ട്. ഓക്കെ, സോ അത് വലിയൊരു കാര്യമായിട്ട് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. നമ്മൾ പറഞ്ഞ് ഒരാളുടെ അടുത്ത് അവരുടെ പെരുമാറ്റം കൊണ്ട് നമുക്ക് എത്ര വിഷമം ഉണ്ടായി, നമ്മൾ എന്തൊക്കെ അനുഭവിച്ചു എന്ന് പറയുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അവരത് സ്വയം മനസ്സിലാക്കി വരുന്നതാണ് അല്ലെ. അതാണ് ഗ്രൂപ്പ് നമ്പർ 3. ഓർഗാനിക്കലി ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു മാറ്റം ഉണ്ടാവുന്നത്.
ഓക്കെ, നമ്മൾ ഒരാളെ അടിച്ചേൽപ്പിക്കുന്നതിനെക്കാട്ടും അവരത് സ്വയം മനസ്സിലാക്കുന്നതാണ് അതിന്റെ ഒരു ജെന്യൂനിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് അല്ലെ. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് അറിയാം സ്വയം, അതായത് സെൽഫ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ഇൻവോൾവ് ആയിട്ടുണ്ടായിരിക്കണം. ആത്മാഭിമാനം, റൈറ്റ്, സെൽഫ് എസ്റ്റീം, സെൽഫ് റെസ്പെക്ട് ഒക്കെ ഒരുപാട് കൺസിഡർ ചെയ്യേണ്ട റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങൾക്ക്. ഓക്കെ, അല്ലെങ്കിൽ അതിനായിരിക്കും നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഈവൻ മാറ്റങ്ങൾ വരുന്ന സമയത്തും നിങ്ങൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് നിങ്ങൾക്കാണ്, നിങ്ങളെന്ന ആ ഒരു വ്യക്തിക്കാണ് നിങ്ങൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ബിക്കോസ് നിങ്ങൾക്കറിയാം ഈ ഒരു റിലേഷൻഷിപ്പ് അത്ര ഈസി ആയിരുന്നില്ല, റൈറ്റ്. ഈ വ്യക്തി അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. സോ ലൈക്ക് നിങ്ങൾ വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ട് എടുക്കേണ്ട ഗ്രൂപ്പ് നമ്പർ 3, നിങ്ങൾക്ക് വളരെ കൺഫ്യൂസ്ഡ് ആക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് എത്ര സ്നേഹം നിങ്ങളടുത്ത് ഉണ്ട് എന്നുള്ളതല്ല, പക്ഷേ ഈ വ്യക്തി നിങ്ങളെ വളരെ കൺഫ്യൂസ്ഡ് ആക്കിയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിനെക്കൊണ്ട് പിന്നീട് ഒരു വിഷമം ഉണ്ടാവുന്നില്ല. ബിക്കോസ് ഈ വ്യക്തി ചില കാര്യങ്ങൾ, ആ വ്യക്തി കാരണം നിങ്ങൾക്ക് എന്ത് വിഷമം ഉണ്ടായി, അല്ലെങ്കിൽ ആ വ്യക്തി കാരണം നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ചില സിറ്റുവേഷൻസ് മനസ്സിലാക്കി ജെന്യൂൻ ആയിട്ടുള്ള കോൺവെർസേഷനിലേക്ക് വരുന്നുണ്ട്, ജെന്യൂൻ ആയിട്ടുള്ള ഇമോഷൻസ് അവിടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതിനർത്ഥം നിങ്ങൾ വീണ്ടും ഒരു റിലേഷൻഷിപ്പ് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതല്ല, പക്ഷെ നിങ്ങൾക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ക്ലോഷർ അവിടെ ഉണ്ടാവുന്നതായിരിക്കാം. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ, ട്രാപ്ഡ് ഇൻ ഫിയർ. സോ ഈ വ്യക്തിക്ക് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഒരു വാല്യൂ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, ജെന്യൂൻലി. ഓക്കെ, സോ ആ ഒരു ഫിയർ ഓഫ് ലോസ് ഉണ്ടാവുന്നുണ്ട്, നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയാണ്. ഇൻ കേസ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നുണ്ടെങ്കിലോ നിങ്ങളെ ബെറ്റർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, ബിക്കോസ് ചില സിറ്റുവേഷൻ ഈ വ്യക്തിയെ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടായിരിക്കണം നിങ്ങളുടെ വേർത്ത് എന്താന്നുള്ളത്, നിങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, സോ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ, ബിക്കോസ് ഈ വ്യക്തിക്ക് ചില ആളുകളുടെ അടുത്ത് നിന്ന് അവർക്ക് ഉണ്ടായിട്ടുള്ള ചില വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. അത് പ്രോബബ്ലി ആ വ്യക്തി എങ്ങനെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ തന്നോ, നിങ്ങൾക്ക് ഏത് രീതിയിൽ ചില കാര്യങ്ങൾ വിഷമമാക്കിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കൂടെ ആ വ്യക്തിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ബട്ട് ഡെഫിനറ്റ്ലി ഗ്രൂപ്പ് നമ്പർ 3 വാട്ട് എവർ ദ റീസൺ നിങ്ങൾ നവംബർ മാസത്തിലേക്ക് വരുന്ന സമയത്ത് ഫ്രഷ് ആയിട്ട് കാര്യങ്ങൾ എടുക്കുന്നുണ്ട്, നല്ല രീതിയിൽ ക്ലാരിറ്റി കിട്ടുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ജെന്യൂൻ ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്കത് ജെന്യൂൻ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്കതൊരു ക്ലോഷർ ആയിട്ട് എടുക്കാം. ബട്ട് നിങ്ങൾക്ക് ഏറ്റവും മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്നത് ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്, ജെന്യൂൻലി അല്ലെങ്കിൽ ഓർഗാനിക്കലി അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ചിലത് അങ്ങനത്തെ ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്നത് ആ ഒരു നഷ്ടബോധത്തിൽ നിന്നായിരിക്കാം. സോ പരസ്പരം നിങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കണം റിലേഷൻഷിപ്പിൽ, അല്ലെ. രണ്ടുപേരും രണ്ട് സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ടായിരിക്കണം. ആ ഒരു നഷ്ടത്തിൽ നിന്നായിരിക്കാം ഒരാൾ മറ്റൊരാളുടെ ഒരു വാല്യൂ എന്താന്നുള്ളത് മനസ്സിലാക്കുന്നത്, എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കാം. ഈ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ബഹളം കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കണം, അല്ലെ. ബട്ട് ഈ ഒരു ടൈമിൽ നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്താണോ സ്ട്രെങ്ത് തരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വീക്ക് ആക്കുന്ന ചില കാര്യത്തിലേക്ക് നിങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ എനിക്ക് ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കിയിട്ട് പറയുന്ന സമയത്ത് ആ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം എന്നുള്ളതല്ല, ബട്ട് ആ ഒരു വ്യക്തി നമ്മളെടുത്ത് തിരിച്ചറിയാണ് നമ്മൾ എന്താണ്, നമ്മുടെ വാല്യൂ എന്താണ്, നമ്മൾ കൊടുത്തിട്ടുള്ള കാര്യം എന്താണ്. സോ അതൊക്കെ മനസ്സിലാക്കി അത് കൺഫസ് ചെയ്യാന്ന് പറയുന്നത്, അത് കേൾക്കുന്ന സമയത്ത് നമുക്ക് നമ്മളെ പറ്റിയിട്ട് ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ഒരു പവർ ഗെയിൻ ചെയ്യുന്നത് പോലെയാണ്, അല്ലെ. സോ അങ്ങനത്തെ ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പവർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടെ നിങ്ങളെ വ്യത്യസ്തമാക്കുന്നത്, ഈ ഒരു ടൈം നിങ്ങളെ വ്യത്യസ്തമാക്കുന്നത്, നിങ്ങൾ ചില പ്ലേസിൽ അത്ര ഒരു അവൈലബിലിറ്റി കാണിക്കുന്നില്ല. മെയിൻലി നിങ്ങൾ ഒരുപാട് ഈ ഒരു റിലേഷൻഷിപ്പിൽ അവൈലബിൾ ആയിട്ട് നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾ അങ്ങനെ അവൈലബിൾ ആയിട്ട് നിൽക്കുന്നത് തെറ്റാണെന്നുള്ളതല്ല, പക്ഷെ അത് മനസ്സിലാക്കാനോ അപ്രീഷിയേറ്റ് ചെയ്യാനോ പറ്റാത്തൊരു പേഴ്സൺ ആയിരിക്കാം ആ ഒരു ടൈമിൽ ആ വ്യക്തി ആയിട്ടുണ്ടായിരിക്കാം. ബട്ട് ഈ ഒരു സമയത്ത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നാച്ചുറലി വരുന്നുണ്ട്, ബട്ട് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ടാവുന്നുള്ളൂ. ബിക്കോസ് ചില ആളുകൾ ചില പ്ലേസിൽ നിന്ന് മാറി തന്നെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിൽ ചില ആളുകൾ. ഓക്കെ, ഈവൻ അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ വന്നാലും നിങ്ങൾ ചില കാര്യങ്ങൾ എടുക്കാനുള്ളൊരു സാധ്യത വളരെ കുറവാണ്. ബിക്കോസ് നിങ്ങൾക്കറിയാം ഒരാളുടെ ഒരു നേച്ചർ ഒരാളെ എത്രമാത്രം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയാം.
അല്ലെ? ഇപ്പൊ നമുക്ക് എത്ര ഇഷ്ടമുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അതിനിങ്ങനെ മുറുകെ പിടിക്കുന്ന സമയത്ത് നമ്മളെ തന്നെ തിരിഞ്ഞു കൊത്തുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മളത് എന്റർടൈൻ ചെയ്യില്ല. സോ ചില ആളുകൾക്ക് ആ ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അതാണ് നാച്ചുറലി ചില മാറ്റങ്ങൾ നിങ്ങളിലും സംഭവിക്കുന്നത്, ഓർഗാനിക്കലി ചില മാറ്റങ്ങൾ നിങ്ങളിലും സംഭവിക്കുന്നത്. ഓക്കെ, ആൻഡ് വെരി കെയർഫുൾ. വീണ്ടും വരുന്ന സമയത്ത് അത് വീണ്ടും നിങ്ങൾക്ക് ജെന്യൂൻലി ഉള്ളൊരു മാറ്റമാണെന്നുണ്ടെങ്കിൽ പോലും അത് നിങ്ങൾക്ക് ഇനി വേണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ബിക്കോസ് ഡെഫിനറ്റ്ലി ഗ്രൂപ്പ് നമ്പർ 3 ഈ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് മാക്സിമം അതിന്റെ ബെസ്റ്റ് നോക്കും നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി. എസ്പെഷ്യലി നിങ്ങൾ ഹേർട്ട് ചെയ്ത് പോയിട്ടുള്ള ആളാണ്. നിങ്ങളിങ്ങനെ അതായത് ലൈക്ക് നിങ്ങളെ വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യാണ്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകരം വേറെ ആളെ ചൂസ് ചെയ്യുക, നിങ്ങൾക്ക് പകരം വേറെ എന്തോ ഒരു കാര്യം ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ എന്തോ കാര്യത്തിന് പ്രയോറിറ്റി കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളെ അവരുടെ ലൈഫിൽ എക്സിസ്റ്റ് ചെയ്യാത്തൊരു രീതിയിൽ നിങ്ങൾ ട്രീറ്റ് ചെയ്ത് പോയിട്ടുള്ള ഒരു വ്യക്തി പെട്ടെന്ന് ഒരു ദിവസം നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്ത് മനസ്സിലാക്കുക എന്തോ ഒരു കാര്യമുണ്ട്, അവർ നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, സോ റിലേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസ് ഈ വ്യക്തിയുടെ അടുത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓക്കെ, നല്ല കാര്യം, അയാളുടെ സിറ്റുവേഷൻ തെറ്റൊക്കെ മനസ്സിലാക്കി അവർ നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കി വന്നു, ഒരു റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ സ്മൂത്ത് ആക്കാൻ ഹെൽപ്പ് ചെയ്തു. ബട്ട് അത് എൻകറേജ് ചെയ്യേണ്ട കാര്യം നിങ്ങൾക്കില്ല. എൻകറേജ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് ഇറ്റ്സ് അപ് ടു യു. ഓക്കെ, ബട്ട് അതല്ല, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കൺവിൻസിങ് ആവുന്ന രീതിയിൽ ചില മാറ്റങ്ങൾ അയാൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ശ്രമിച്ചു നോക്കാം. ഓക്കെ, ബട്ട് വാട്ട് എവർ നിങ്ങൾ റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ. ഇതാണ് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.